ക്വസ്റ്റ് ആൻഡ് മിനി ക്വസ്റ്റ്. അപ്പോൾ എനിക്ക് കുറച്ച് മെയിൻ ക്വസ്റ്റുകളുണ്ട്. പക്ഷേ സീൻ എന്ന് വെച്ചാൽ അത് നടക്കൂലേ, അതൊക്കെയാണ് ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നത്. വെൽക്കം ടു മൈ ചാനൽ, ഇറ്റ്സ് മീ വിയറസ് ബോയ്. സോ ആദ്യമായിട്ടാണ് ഈ കണ്ടന്റ് കാണുന്നുണ്ടെങ്കിൽ, ചാനൽ കാണുന്നതെങ്കിൽ, ഈ കണ്ടന്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് റുട്ടീനിലോട്ട് പോകാം. രാവിലെ തന്നെ എണീച്ച് ഇന്നലത്തെ വീഡിയോ എഡിറ്റ് ചെയ്ത് അമ്മ പറയണ ഓരോന്നും കേട്ട് മൈക്കും സെറ്റ് ചെയ്ത് അവസാനം പേനകൾ റെഡിയാക്കിയിട്ട് ട്രൈപോഡും റെഡിയാക്കി കുളിച്ച് കുട്ടപ്പനായി ഒരുങ്ങി റെഡിയായി കുറച്ച് പോസൊക്കെ ഇട്ടിട്ട് ട്രൈപോഡും കൊണ്ട് ഇങ്ങനെ നൈസ് ഇറങ്ങി. അപ്പം ഇന്ന് നടന്നാണ് പോകുന്നത്. നടന്നു പോയി ബൈക്ക് പിന്നെ എടുക്കും. നടന്നു പോയിട്ട് മൂവ്മെൻറ്റ് ഇല്ല എന്ന് തോന്നുന്നു. അതും കഴിഞ്ഞ് നടന്ന് അപ്പോൾ എൻ്റെ വീടെന്ന് പറഞ്ഞാൽ കറക്റ്റ് നമ്മുടെ മോൾ ഓഫ് ട്രാവൻകൂറിൻ്റെ ഓപ്പോസിറ്റാണ്. അവിടെ നിന്ന് കുറച്ച് നടക്കാറുണ്ട് ഈ ഗരാജ് വരെ. ഗരാജിൽ എത്തിയിട്ട് ഞാൻ ബാക്കി ക്വസ്റ്റിനെ പറ്റി പറയാം. അങ്ങനെ നടന്ന് അവസാനം 3344 ഓൾട്ടോ 800. അപ്പോൾ ഗായ്സ് ഇന്നത്തെ പരിപാടിയിട്ടൊന്നുമില്ല. സംഭവം എന്ന് വെച്ചാൽ ഒരു ചെറിയ ക്വസ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ മാരുതി സുസുക്കി ഓൾട്ടോ 800, അതായത് മാമൻ്റെ വണ്ടി 3344. ആ വണ്ടി എൻ്റെ വണ്ടിയായിട്ട് റീപ്ലേസ് അല്ല, ലൈക്ക് എൻ്റെ വണ്ടി മാമൻ്റെ വീട്ടിൽ ഇരിക്കുകയാണ്. സോ ബേസിക്കലി മാമൻ്റെ വണ്ടിക്ക് എന്തോ പണിയായതുകൊണ്ട് ഗരാജിൽ കൊണ്ടിട്ടില്ല, വീടിൻ്റെ അടുത്താണത്. അപ്പോൾ അത് പോയി എടുത്തു. ഓൾറെഡി കണ്ടല്ലോ, അത് പോയി എടുത്തു. ഇനി എടുത്ത് നേരെ മാമൻ്റെ വീട്ടിൽ കൊണ്ടുപോയി ആ കാറ് കൊടുക്കുന്നു, എൻ്റെ കാർ എടുക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ പോവാം. ഏതാണ്ട് സ്ഥലത്തെത്തി. ഇതൊക്കെ വഞ്ചൂരിലെ അഡ്വക്കേറ്റ്സ്, അതായത് കോടതി വളപ്പിലുള്ള ആൾക്കാരുടെ ഏരിയയാണ്. സോ കൂടുതലും അഡ്വക്കേറ്റ്സ് ആയിരിക്കും കൂടുതലും. അപ്പോൾ നമ്മുടെ മിഷൻ്റെ പകുതി വഴി തീർന്നു. നമ്മൾ മാമൻ്റെ വീടെത്തി. ഇനി വണ്ടി കൊടുക്കുന്നതിന് ടാസ്ക്. നല്ല തിരക്കുണ്ട്. അടിപൊളി. ആ നിൽക്കുന്ന ഞാനും അനിയനും ബാക്കി 3 പേര് എൻ്റെ കസിൻസാണ്. അപ്പോൾ അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ചിട്ട് നൈസിന് അവിടെ നിന്ന് ഇറങ്ങി. എൻ്റെ കാർ റിറ്റ്സാണ്. സോ നമ്മൾ നൈസിന് ഫസ്റ്റ് ക്വസ്റ്റ് കംപ്ലീറ്റ് ആക്കിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഗൈസ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ് കംപ്ലീറ്റ് ആയി. കാർ ഞാൻ കൊടുത്തു. കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു, കാരണം ഇവിടെ ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടുള്ളൊരു ഏരിയയാണ്, നേരത്തെ ഞാൻ കാണിച്ച പോലെ. അപ്പോൾ കാറ് കൊടുത്തു. അടുത്ത് നമുക്ക് ഇവിടെ നിന്ന് വീട്ടിലോട്ട് പോകണം. വീട്ടിലോട്ട് പോകുമ്പോൾ ആ സ്ഥലത്തുനിന്ന് മോൾ ഓഫ് ട്രാവൻകൂർ കയറി എന്തെങ്കിലും വീഡിയോ ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനനുസരിച്ച് ചെയ്യുക. അതാണ് ഇപ്പോഴത്തെ പ്ലാൻ. അപ്പം നമുക്ക് ഈ അടുത്ത് ഓട്ടിച്ചുകൊണ്ട് ഇവിടെ എന്തോ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. താഴെ എന്തോ ഫ്ലാഷ് മോബാണെന്ന് തോന്നുന്നു. എന്തായാലും കൊള്ളാം, നല്ല പരിപാടി. ഇവിടെ ഇന്ന് തിരക്ക് മൊത്തത്തിൽ കുറവാണ്, കാരണം ഇന്ന് അവധി ദിവസം അല്ലല്ലോ. ലൈക്ക് സൺഡേ അല്ല മൺഡേ കഴിഞ്ഞിട്ടുള്ള ദിവസം തിരക്ക് കുറച്ച് കുറവാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ, ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ചെറുതായിട്ടൊരു സോഷ്യൽ എക്സ്പെരിമെൻറ്റ് പോലെ ചെയ്യാനായിരുന്നു പ്ലാൻ. പക്ഷേ ആൾക്കാരില്ലാത്തത് കൊണ്ട് ഡൗട്ടാണ്. എന്തായിരുന്നാലും എനിക്ക് വേറെ കുറച്ച് പരിപാടിയുണ്ട്. ഇന്നത്തെ ക്വസ്റ്റിൽ 2-3 കൂടി ആഡ് ചെയ്ത്. ഫസ്റ്റ് ക്വസ്റ്റ് കാർ സ്വാപ്പ് ചെയ്യുക. ഇപ്പം നിങ്ങൾ ഓൾറെഡി കണ്ടല്ലോ, കാർ സ്വാപ്പ് ചെയ്ത് കഴിഞ്ഞു. അടുത്ത നമ്മുടെ പ്ലാൻ എന്ന് വെച്ചാൽ സോഷ്യൽ എക്സ്പെരിമെൻ്റ് ആയിരുന്നു, പക്ഷെ അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ നമുക്ക് ഇവിടുത്തെ രാമേന്ദ്ര ഷർട്ട് പ്രിൻറ്റ് ചെയ്യുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. അതിപ്പോൾ ഇവിടെ ഇല്ല, അട്ടക്കുളങ്ങര രാമേന്ദ്രയിൽ ഉണ്ടത്. അവിടെ പോയിട്ട് എൻ്റെ യൂട്യൂബ് ലോഗോ അറിയാമല്ലോ, അത് ഞാൻ കുറേ നാളുകൊണ്ട് എൻ്റെ ഒരു ടീഷർട്ടിൽ, ലൈക്ക് ഏതെങ്കിലും ഒരു വൈറ്റ് ടീഷർട്ട് അല്ലെങ്കിൽ ബ്ലാക്ക് ടീഷർട്ടിൽ അത് അടിക്കണം വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് മിനി ക്വസ്റ്റ്. അതും കൂടെ വേണ്ടിയാണ് മോൾ ഓഫ് ട്രാവൻകൂർ വന്നത്. ഇവിടെ ഒരു ടീഷർട്ടിൽ മറ്റേ പ്രിൻ്റ് അടിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു, അതിപ്പോൾ ഇല്ല അൺഫോർച്ചുനേറ്റ്ലി. അപ്പോൾ അട്ടക്കുളങ്ങര രാമേന്ദ്രയിൽ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ നേരെ വീട്ടിലോട്ട് പോവാം. വീട്ടിലോട്ട് പോയിട്ട് ബൈക്ക് എടുത്തിട്ട് പോകാം. കാറിൽ പോയി കഴിഞ്ഞാൽ ഒന്നത്തെ കേസ് മുതലാവത്തില്ല. രണ്ടാമത്തെ കേസ് അട്ടക്കുളങ്ങര രാമേന്ദ്ര ട്രിവാൻഡ്രത്തുള്ളവർ നിങ്ങളാണെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അനുഭവം.
കാരണം നിങ്ങൾക്ക് എനിക്ക് എന്തായാലും അറിയാം അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ എനിക്ക് 1 പീസ് തിരിച്ചു വരാൻ പറ്റും. കാരണം അത്രയും തിരക്കായി. കാറിലും കൂടെ ഇപ്പോൾ ഒരു തട്ടലും മുട്ടലും ഉറപ്പാണ്, ഭയങ്കര തിരക്കായിരിക്കും. പിന്നെ ട്രിവാൻഡ്രത്തൊക്കെ വന്നിട്ട് കുറേ നാളായതുകൊണ്ട് എനിക്കിപ്പോൾ അറിഞ്ഞൂടാ അവിടെ തിരക്കിൻ്റെ സിറ്റുവേഷൻ എങ്ങനെയാണെന്ന്. സോ ആരൊക്കെ വന്നാലും ലുലു മാളായത്, മോൾ ഓഫ് ട്രാവൻകൂർ ആയാലെന്ത്, ആരൊക്കെ വന്നാലും ഈ അട്ടക്കുളങ്ങര രാമേന്ദ്ര തട്ട് താമേന്ദ്ര അത് വേറെ. അപ്പം നമ്മൾ നേരെ അങ്ങോട്ടാണ് പോകുന്നത്. അങ്ങോട്ട് പോയിട്ട് അവിടെ നിന്ന് ടീഷർട്ട് പ്രിൻറ്റ് ചെയ്യണം. അവിടെ നിന്ന് കഴിക്കുന്നില്ല, എന്ന് വീട്ടിൽ നിന്നായിരിക്കും ഫുഡ്, ഉച്ചയ്ക്ക് പുറത്തൊന്നും പോകുന്നില്ല എന്തായിരുന്നാലും. അപ്പോൾ അവിടെ നിന്ന് ടീഷർട്ടിൽ പ്രിൻ്റ് ഔട്ട് എടുത്തതിന് ശേഷം എനിക്ക് അതാണ് മെയിൻ അടുത്ത ടാസ്ക് 2 3 സെക്കൻഡ് ക്യാൻസൽ ആക്കും. 2 3 ഓക്കെ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാം ഗൈസ്. അങ്ങനെ മോൾ ഓഫ് ട്രാവൻകൂർ നിന്ന് ഇറങ്ങി വീട്ടിലോട്ട് പോകുന്ന വഴിയാണ്. അവിടെ നിന്ന് ഇറങ്ങി വീടെത്തിയ പാട് നമ്മൾ പുറത്തിറങ്ങി ഗേറ്റ് തുറക്കുന്നൊരു ഷോട്ടാണ്. ഇതെങ്ങനെ റെക്കോർഡായെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ബട്ട് സ്റ്റിൽ കൊള്ളാം, ഷോട്ട് കൊള്ളാം. അതുകൊണ്ട് വീട്ടിൽ തന്നെ വണ്ടി ഒതുക്കാൻ കുറച്ച് ടാസ്ക്കാണ്. അവിടെ വണ്ടി ഒതുക്കിയതിന് ശേഷം അമ്മൂമ്മ എടുത്ത് പോകണമെന്ന് പറഞ്ഞപ്പോൾ അമ്മൂമ്മ പുതിയ ടാസ്ക് തന്നു. ഇന്ത്യൻ ഗ്യാസിൻ്റെ അവിടെ പോയിട്ട് മസ്റ്ററിങ് ചെയ്യണം. എന്താണ് മസ്റ്ററിങ് എന്നല്ലേ? മസ്റ്ററിങ് എന്ന് വെച്ചാൽ നമ്മുടെ ഓൾറെഡി ഉള്ള കാർഡ് അവിടെ വെരിഫൈ ചെയ്യണം, ആളായിട്ട് പോയി വന്ന് വെരിഫൈ ചെയ്യണം. അപ്പം എൻ്റെ പേരിൽ ഓൾറെഡി ഉണ്ട് ഒരു കാർഡ്, അപ്പം അത് പോയി രജിസ്റ്റർ ചെയ്യാനാണ് അടുത്ത ടാസ്ക്. അപ്പോൾ ഒരു മിനി ക്വസ്റ്റ് ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഇവിടെ നിന്ന് ചലിക്കാം. അപ്പം എന്നെ നേരത്തെ വീഡിയോ കാണാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് എന്താണെന്ന് ലൈക്ക് ഞാൻ എന്ത് പഠിക്കുന്നു അതിനെ പറ്റിയൊന്നും അറിഞ്ഞൂടെങ്കിൽ ഞാൻ പറയാം. സംഭവം എന്ന് വെച്ചാൽ ഞാൻ മെർച്ചൻ്റ് നേവി GME എന്നൊരു കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, CMC കോയമ്പത്തൂർ. അപ്പം ഇപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ നമ്മുടെ ഹോളിഡേ കിട്ടിയപ്പോൾ വീട്ടിൽ വന്ന സംഭവങ്ങളാണ് ഇതൊക്കെ. അപ്പം ഇനി നമുക്ക് ബാക്കി കഥകൾ. ഈ വണ്ടി നിങ്ങൾ കണ്ട, ഈ വണ്ടി ഈക്കോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഈക്കോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട വണ്ടിയാണ്. എന്തെന്ന് വെച്ചാൽ ആ വണ്ടീനെ എടുത്തിട്ട് ക്യാമ്പർ വാൻ ആക്കണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമാണ്. അത് ഒരു ദിവസം ഞാൻ ചെയ്യും. ഇപ്പം ഞാൻ എന്തായാലും പെട്രോൾ അടിക്കാൻ വന്നത് ഒരു പോയിന്റാണ്. ബൈക്ക് ഓടിക്കുന്ന വിഷ്വൽസ് ഞാൻ നോക്കിയപ്പോഴേക്കും റെക്കോർഡായില്ല, കാരണം വീഡിയോ മെമ്മറി ഫുള്ളായെന്ന് കാണിച്ചു. അപ്പം കുറേ നമ്മുടെ കോളേജിലെ കുറച്ച് പരിപാടികൾ ഞാൻ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു, അതൊന്ന് ഡിലീറ്റ് ചെയ്തിട്ട് ബാക്കി ഇനി ഒന്നുകൂടെ എടുക്കണം. Yep. I said it before and I'll say it again. Life moves pretty fast. You don't stop and look around once in a while, you could miss it. ഒരു ടാസ്ക് കഴിഞ്ഞു. പക്ഷെ ചെറിയ പ്രശ്നം എന്ന് വെച്ചാൽ ആള് വരേണ്ടി വരും. മസ്റ്ററിംഗ് എന്നാണ് പറയുന്നത്. കോളേജിലും മസ്റ്ററിങ്, ഇവിടെയും മസ്റ്ററിങ്. മസ്റ്ററിങ്ങിനൊരു പരിധി ഇല്ലെന്ന് വെച്ചാൽ ഇത് നേരെ നമ്മുടെ സ്ഥിരം കടയായിട്ടുള്ള ഇവിടെ എന്താന്ന് പറ്റും ഗ്രാൻഡ് കാർസ്. നിങ്ങൾ ഗ്രാൻഡ് കാർസ് അറിഞ്ഞുകൂടെങ്കിൽ എൻ്റെ ഈ യൂട്യൂബ് പണ്ടത്തെ ഒക്കെ ഒന്ന് എടുത്ത് നോക്കിയാൽ ഗ്രാൻഡ് കാർസൊക്കെയാണ് ഞാൻ ആദ്യമായിട്ട് കാറിൻ്റെ വീഡിയോസൊക്കെ ചെയ്ത് കിട്ടിയിട്ടുള്ളത്. സോ ഇവിടെ നിന്നായിരുന്നു എടുത്തത്. ഇതാ കാർ ഡിറ്റെയിൽ. വിഷ്ണു എന്നായിരുന്നു പുള്ളിക്കാരൻ്റെ പേര്. ഇപ്പോഴും ഉണ്ടോ എന്തോ നോക്കാം. നോക്കിക്കളെ, ഞാൻ മനസ്സിലാക്കി. വിഷ്ണു ചേട്ടൻ ഉണ്ടോ? പുറത്തോട്ട് പോയാ നിരാശനായ ഇറങ്ങും ഗൈസ്. ഇവിടെ ആരും തന്നെ ഇല്ല. പുള്ളിക്കാരൻ ലണ്ടനിൽ പോയി. ലണ്ടനിൽ എന്ത് കിടുതാപ്പൊപ്പിക്കാനാണ് അതിൻ്റെ പോയത്. എന്നാലും എന്തായിരുന്നാലും ഇതാണ് തുടക്കം. ഞാൻ ഇവിടെ വന്നത് മെയിൻ കാര്യം ഈക്കോ ഒന്ന് ജസ്റ്റ് നോക്കാനാണ്. അപ്പം നിങ്ങൾ സെക്കൻഡ് ഹാൻഡ് കാർ എടുക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് സന്ദർശിക്കുക. ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പം ഞാൻ സംസാരിച്ച് കുറച്ച് ഓഫേഴ്സ് വീണ്ടും തരാം. നല്ല നല്ല കളക്ഷൻസ് ഉണ്ട്. എന്തായാലും അകത്തോട്ട് വീണ്ടും കുറേ ഉണ്ട്. ഇപ്പം ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, പറഞ്ഞാൽ മതി. ഓക്കെ, ഇവിടുത്തെ ടാസ്ക് എന്ന് വെച്ചാൽ ഇവിടെ രാമേന്ദ്രയെ പോവുക. അത് ഇവിടുത്തെ അല്ല, ലുമോളല്ല. ലുമോളിൽ രാമേന്ദ്ര ഇല്ലല്ലോ. നമ്മൾ അട്ടക്കുളങ്ങരയിലുള്ള രാമേന്ദ്രയെ പോയിട്ട് അവിടുന്ന് ടീഷർട്ടിൽ പ്രിന്റ് എടുക്കാനുള്ളതാണ് അടുത്ത പരിപാടി. അപ്പം നമുക്ക് അങ്ങോട്ട് പോകുന്നത്. കുറേ അമ്മൂമ്മേരെ ഫോണൊക്കെ എൻ്റെ കയ്യിലിരിക്കും. അതിനെ എടുക്കാൻ പറ്റും. എങ്ങനെ കഴിയുമെന്ന് എനിക്കറിയില്ല. കളഞ്ഞ തന്നെ കൊല്ലി. അപ്പം എത്ര കോൾ വരണം? എനിക്ക് പോലും ഇത്രയും കോൾ വരാറില്ല. അപ്പം ബാഗ് തന്നെ വരുന്നു. അപ്പം നേരെ ഇനി ഒരു അട്ടക്കുളങ്ങര രാമേന്ദ്രയിലോട്ടാണ് അടുത്ത പ്രയാണം ഗൈസ്.
ടാസ്ക് കൂടെ ഉണ്ട്, ലൈക്ക് സ്ക്രീൻ ഗാർഡ് ഐപാഡിൽ ഒട്ടിക്കാനുള്ള ടാസ്ക് ഉണ്ട്. അപ്പം ഞാൻ വണ്ടി ഇങ്ങനെ പോയി രാമേന്ദ്രയുടെ മുന്നേ എത്തിയപ്പം പാർക്ക് ചെയ്യാൻ പറ്റത്തിൻ്റെ ഫ്രണ്ട് എത്തിയപ്പോൾ തന്നെ ഈ കട കണ്ടു. ഇവിടെ നിന്ന് ചോദിച്ചിട്ടാണ് രാമേന്ദ്രയോട് കയറിയത്. സെക്കൻഡ് എന്ന് ആദ്യം പറഞ്ഞു, പിന്നെ ഫോർത്ത് എന്ന് പറയുന്നു. എവിടെയാണെന്ന് ശരിക്കും അറിഞ്ഞില്ല ഗൈസ്. നടന്നുകൊണ്ടിരിക്കുകയാണ്. വിഷമഭരിതമായിട്ടാണ് ഗൈസ് ഞാൻ നടക്കുന്നത്. കാരണം അവിടെ സ്മോൾ സൈസ് മാത്രമേ ഉള്ളൂ, മീഡിയം സൈസ്. ഒരു കടയിൽ ഞാൻ സ്ക്രീൻ ഗാർഡ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഐപാഡിൻ്റെ സ്ക്രീൻ ഗാർഡ് ഓൾറെഡി പൊട്ടിയിരിക്കുകയാണ്. സോ അതിലോട്ട് പോവുകയാണ്. സൈഡ് ക്വസ്റ്റുകളാണ് കൂടുതൽ. മെയിനായിട്ട് നമ്മൾ പറഞ്ഞ മെയിൻ ക്വസ്റ്റിൽ ഒന്നും നടന്നില്ല. മെയിൻ ക്വസ്റ്റിലാകെ കാർ ഷോപ്പിംഗ് മാത്രമേ നടന്നുള്ളൂ. ബാക്കി സ്ക്രീൻ ഗാർഡ് ഒട്ടിച്ച് രാമേന്ദ്ര പോലത്തെ ഡ്രസ്സ് നടന്നില്ല. സോഷ്യൽ എക്സ്പെരിമെൻ്റ് നടന്നില്ല. സ്ക്രീൻ ഗാർഡ് ഒട്ടിച്ച് ഫോർ വാട്ട് ടു സേ ഐപാഡാണ്. ഫോണ് ഒട്ടിക്കാൻ ഞാൻ ഓൾറെഡി ഒട്ടിച്ച് മൂഞ്ചിന്നല്ല, ലൈക്ക് ഒട്ടിച്ച് അത്ര പെർഫെക്ഷൻ ആയിട്ടില്ല. അതുകൊണ്ടാണ് പിന്നെ പറയില്ല. അതിൽ മഴ പെയ്യണതിന് മുമ്പേ വീടെത്തണം, അതാണ് അടുത്ത ടാസ്ക്. പിന്നെ എത്തും. അപ്പോൾ കട്ട് ഷോട്ട് ടു ടുഡേസ് പ്രസൻറ്റ് ഡേ എന്ന് പറയുമ്പോൾ നിങ്ങൾ ലാസ്റ്റ് ആ വീഡിയോ കണ്ടതിന് ശേഷം കണ്ടപ്പോൾ ഞാൻ വീട്ടിലായിരുന്നല്ലോ. ഇപ്പം ഞാൻ ബേസിക്കലി കോളേജ് വന്നു. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത്. നിങ്ങൾക്ക് അറിഞ്ഞൂടെങ്കിൽ മെർച്ചൻ്റ് നേവി, അതായത് MSc സ്പോൺസർഷിപ്പ് കിട്ടിയിട്ട് ഞാൻ ഇപ്പം മെർച്ചൻ്റ് നേവിയിലൊരു കോളേജിലേക്ക് CMC കോയമ്പത്തൂർ കോളേജിൽ GME കോഴ്സ് ആണ് ഞാൻ ചെയ്യുന്നത്. ആൻഡ് ഒരു അറൗണ്ട് 20-25 ഡേയ്സും കൂടെ ഉള്ളൂ, അതും കൂടെ നമ്മൾ കോഴ്സ് കഴിയും. ആ വീഡിയോ കാണാൻ മനസ്സിലാവും. ഞാൻ ഭയങ്കര റഷ്, അങ്ങോട്ടൊക്കെ ഓട്ടമായിരുന്നു ഫുള്ള്. പക്ഷേ അറ്റ് സം പോയിൻറ്റ് ആ ഒരു ഓട്ടം വേർത്തിട്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ആ ഒരു ഓട്ടത്തിൽ നിന്ന് ഞാൻ ഇപ്പം പക്ഷേ ഇവിടെ വരുമ്പോൾ പിന്നെയും ഞാനത് മിസ് ചെയ്യുന്നുണ്ട്. ആൻഡ് വീട്ടിൽ പോകുമ്പം എനിക്ക് കോളേജ് ലൈഫിനെ പറ്റി ആലോചിക്കാനുള്ള ടൈമും കിട്ടുന്നില്ല. സോ രണ്ട് തരത്തിലായിട്ടുള്ളൊരു മിസ്സിങ് ആണ്. സോ അതെന്തായാലും ഞാൻ മിസ് ചെയ്യും. ഇത് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയ ശേഷം ഒരുപാട് മിസ് ചെയ്യും. കോളേജിനെ മിസ് ചെയ്യത്തില്ല ഒബ്വിയസ്ലി, അതിനെപ്പറ്റി ഞാൻ പിന്നെ ഒരു വീഡിയോ ഇടാം. കോളേജിനെ മിസ് ചെയ്യത്തില്ല, ബട്ട് കോളേജിലുള്ള മെമ്മറീസും കോളേജ് ആസ് എ ഹോൾ, കോളേജ് കാരണം ഞാൻ ഉണ്ടായൊരു റുട്ടീൻ ഉണ്ടല്ലോ, ലൈക്ക് ഒരു റുട്ടീൻ ഉണ്ടായി, അതെനിക്ക് ഒരുപാട് മിസ് ചെയ്യും. ആൻഡ് ലെറ്റ്സ് സീ. അപ്പോൾ അതൊക്കെ തന്നെയായിരുന്നു ആ വീഡിയോയിലെ കണ്ടന്റ് മൊത്തത്തിൽ. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ആ വീഡിയോ എൻജോയ് ചെയ്തെങ്കിൽ, ഈ ഒരു രീതി ലൈക്ക് സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ ഈ രീതി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസ് ഈ കോളേജിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ 20 ദിവസം കൂടെ ഉള്ളൂ. അപ്പോൾ 20 ദിവസത്തിൽ ഞാൻ പറ്റുന്നത് പോലെ വീഡിയോസ് ചെയ്യാൻ നോക്കാം. ആൻഡ് 20 ദിവസം കഴിഞ്ഞിട്ട് എക്സാംസ് ഒരു 10 ദിവസത്തിനകത്ത് എക്സാം കഴിയും. എക്സാം കഴിഞ്ഞിട്ട് പിന്നെ ഒരു 10 ദിവസം കൂടെ കോളേജിൽ തന്നെ കാണാം. അപ്പോൾ ഐ വാസ് തിങ്കിങ് കുറച്ച് വീഡിയോസ് ചെയ്യാം. ഇപ്പം നിങ്ങൾ ഓൾറെഡി എന്നെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ഞാൻ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യാറില്ല. ഞാൻ എൻ്റെ അടുത്ത് തന്നെ ഒരു ചലഞ്ച് വെച്ചു, December 7 വരെ ഇൻസ്റ്റ യൂസ് ചെയ്യത്തില്ലെന്ന്. ആൻഡ് ഇറ്റ്സ് ബീൻ ലൈക്ക് ഐ തിങ്ക് 2 months ആയെന്ന് തോന്നുന്നു. ഇറ്റ്സ് ഗുഡ്. നിങ്ങൾക്ക് കണ്ടന്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ദിസ് ഈസ് മീ സ്പൈസ്.